ചോറൊക്കെ ഉണ്ടോ ഇന്ന്? അതെ, ഇന്ന് ഞാൻ എന്നാ അറിയാം, ഇന്നലെ വൈകിട്ട് അരി ഇട്ടപ്പോൾ ശകലം കൂടിപ്പോയി. എന്നാൽ അന്ന് ഇച്ചിരി പഴങ്കഞ്ഞി കുടിച്ചേക്കാന്ന് വിചാരിച്ചു. അതാണ് ഞങ്ങൾ അതിന് വെളിയിലോട്ട് വന്നങ്ങിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചേ. ഇത് പഴങ്കഞ്ഞി, അതിനകത്തൊരു കാന്താരി ഇട്ടിട്ടുണ്ട്. പിന്നെ കറി എന്നിട്ടിലെ ഒരു ഇച്ചിരി ചക്ക കിട്ടി. അത് ഞാൻ ചക്ക ഇന്ന് എലിശ്ശേരി വെച്ചിട്ടുണ്ടോ, ചക്ക എലിശ്ശേരിയാണേ. അതും ബീൻസ് മെഴുക്കുവരട്ടി വെച്ചു തന്നെ. പിന്നെ തൈര് കണ്ടോ, പിന്നെ നാരങ്ങ അച്ചാർ. ഇന്നലെ ഒരു മോൾ എനിക്ക് ഇട്ടു, അമ്മയെ പ്ലാസ്റ്റിക്കിനകത്ത് നാരങ്ങ അച്ചാർ വയ്ക്കല്ലേന്ന് പറഞ്ഞു. ഞാൻ അന്നേരം തന്നെ വൈകിട്ട് മോനെ കൊണ്ടതേ ഒരു ചില്ലിൻ്റെ പാത്രം മേടിപ്പിച്ചത്, അതിനകത്ത് തന്നെ നാരങ്ങ അച്ചാർ ഇട്ട് വെച്ചു. ഇന്ന് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു. പഴങ്കഞ്ഞി നല്ല ശരീരത്തിന് നല്ലതാണ്. പിന്നെ എന്നും കുടിക്കുന്നത് ശരിയല്ല. പണിയും കഴിഞ്ഞ് വന്നതേ ഉള്ളൂ, കുടിച്ചേക്കാന്ന് വിചാരിച്ചു. ചിലപ്പോഴൊക്കെ കുടിക്കാം. പിന്നെ ഞാൻ ഇടുന്നതിനകത്ത് ഒത്തിരി കമൻ്റൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തർ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നല്ല മോളെന്നെ കാണിക്കുന്നുണ്ട്. എനിക്കത് ഒത്തിരി വിഷമമുണ്ട്, ചിലതൊക്കെ എന്നെ കുറ്റം പറയുന്നതൊക്കെ. പക്ഷെ എനിക്കത് പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമുക്ക് കേൾക്കുമ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നത്തില്ല. നമ്മൾ ഇത്രയൊക്കെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഞങ്ങളത്ര വലിയ ആൾക്കാരൊന്നും അല്ല, എന്നാലും നമ്മൾ ചെറുതായിട്ടൊക്കെ ഇത് ചെയ്യുന്നു. അത് ഇഷ്ടമുള്ളവർ കണ്ടാൽ മതിയെന്ന്, അല്ലാത്തവർ കാണണ്ട. പിന്നെ നമ്മളിങ്ങനെ വിഷമിപ്പിക്കുന്ന കമൻറ്റുകളൊന്നും ആരും ഇടണ്ട. നമ്മൾ ചെറിയ തോതിലൊക്കെ ഇതൊക്കെ ചെയ്ത് കാണിക്കുന്നല്ലേ ഉള്ളൂ. നമ്മൾ തുടക്കമല്ലേ, അതൊക്കെ എല്ലാവരും അറയ്ക്കുന്നു, വെറുപ്പ് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ എഴുതിയേക്കുന്നു. നമ്മുടെ പഴയ വീടാ, അപ്പം അവളുടെ പരിമിതിക്കകത്ത് 40 വർഷം പഴക്കമുള്ള ഒരു ചെറിയ വീടാണ് ഇത്. അതിനകത്താണ് ഞങ്ങൾ ഈ താമസിക്കുന്നത്. അതിൻ്റെ ഒക്കെ ഇതിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ അമ്മ ഉണ്ടാക്കുന്ന ചോറും കറിയും തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കഴിക്കുന്നത്. ഞങ്ങൾ 5 പേര് വീട്ടിൽ താമസിക്കുന്ന എല്ലാവരും കഴിക്കുന്ന ഈ ഭക്ഷണം തന്നെയാണ്. ഞങ്ങൾക്ക് ആർക്കും യാതൊരു കുഴപ്പമില്ല. അമ്മ അത്രയും സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന ഭക്ഷണം ഞങ്ങൾ കഴിക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്നൊന്നും ആവശ്യമില്ലാത്ത ആഹാരം ഒന്നും മേടിച്ച് കഴിക്കാറില്ല. ഞാൻ എല്ലാം വീടുകളിൽ ഉണ്ടാക്കി, എല്ലാ സാധനവും ഉണ്ടാക്കി കൊടുക്കും എൻ്റെ പിള്ളേർക്ക്. അമ്മയുടെ ഒരു സന്തോഷത്തിനാണ്. എനിക്ക് 2 മക്കളാണ്, 2 ആൺപിള്ളേരെ. അവന്മാർ 2 പേരും ഇന്ന് വരെ എന്നെ ആരും കഴിച്ചിട്ട് കുറ്റമല്ല. എനിക്ക് എല്ലാവർക്കും ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം ഇഷ്ടമാണ്. നെഗറ്റീവ് കമന്റിൽ അങ്ങനെ തകർത്തൊന്നും കേട്ടോ, വീഡിയോ ഇട്ടോണ്ടേ. തളരരുതേ മക്കളെ, തളരല്ലെന്ന് പറയാറുള്ളൂ. ഞാൻ തളരത്തില്ല, തളരുന്ന ആളല്ല. ഞാൻ മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചാൽ നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ ചില തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, ഇല്ലാതൊന്നുമില്ല, അതൊക്കെ കാണും. ഇപ്പം പിന്നെ ചോറ് വെച്ചില്ല, നല്ല ചേട്ടനൊക്കെ ചോറ് വെച്ചു. പഴങ്കഞ്ഞി ഞാനും കൊച്ചും കുടിച്ചത്. നല്ല ഈ അരിയുടെ വിലക്ക് ഇന്നത്തെ കാലത്തെ വിലയല്ലേ, കളയാൻ പറ്റുമോ? വെള്ളരിച്ചോറാണ് പഴങ്കഞ്ഞി കണ്ടില്ലേ, നല്ല സൂപ്പർ കാന്താരി മുളകാ, പച്ച കാന്താരി പൊട്ടിച്ച് കറിയും കൂടെ ചക്കയിലശ്ശേരിയും കൂടെ ഒഴിച്ച് വേണ്ട അവക്ക് വെച്ച് ചക്കയിലശ്ശേരി വെച്ച് കൊടുക്കാം. അതിനകത്തെ ഒരു മുളക്, വറുത്തിട്ടൊരു മുളക് എല്ലാം കൂടെ കൂട്ടി ഞങ്ങൾ ഒരു അങ്ങ് പിടിക്കും. കണ്ടോ, സൂപ്പറാ മക്കളെ. ഓടി വാ, എല്ലാവർക്കും പഴങ്കഞ്ഞി കുടിക്കാം. ഓടി വായോ, ഓടി വാ.